ഹായ് എവരി വൺ. കോൾ മാനേജർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. കോൾ മാനേജർ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾ ഡെയിലർ ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ മെയിനായിട്ട് 21 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 2 ക്വസ്റ്റ്യൻസ് ഫോർ പ്രീ കോൾ ഡെയിലും 19 ക്വസ്റ്റ്യൻസ് പോൾ ഡെയിലും ചെയ്യാണ്. അത് മെയിനായിട്ട് 2 യൂസേഴ്സ് ആണുള്ളത്. സെക്ടറൽ ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. കോൾ മാനേജർ ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ iOS ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യാം. കോൾ മാനേജർ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ഐ ഡി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് 10 ഡിജിറ്റ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ്. എലക്ഷൻ ഡേറ്റാബേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 10 ഡിജിറ്റ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ യൂസ് ചെയ്താണ് ഇവിടെ ലോഗിൻ ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ പ്രൊസീഡ് ബട്ടൺ കൊടുക്കുക. ദെൻ ഒരു OTP ആ മൊബൈൽ നമ്പറിനകത്തോട്ട് സെൻഡ് ചെയ്യും. ആ OTP എൻ്റർ ചെയ്യുക. ദെൻ പ്രൊസീഡ് ബട്ടൺ കൊടുക്കുക. ഇതൊരു പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ ലോഗിൻ ആണ് നമ്മൾ കാണിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ ഹോം സ്ക്രീനാണ് ഈ കാണുന്നത്. ഇവിടെ ആ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ നെയിം ഉണ്ട്. ഇവിടെ ഒരു SOS ബട്ടൺ ഉണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, പോളിംഗ് സ്റ്റേഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ഹയർ അതോറിറ്റിനെ അറിയിക്കാൻ വേണ്ടി ഒരു SOS ബട്ടൺ ഉണ്ട്. ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ ഉണ്ട്. ദെൻ ഇവിടെ പോളിംഗ് സ്റ്റേഷൻ എവിടാണെന്നും വാർഡ് ഏതാണെന്നും കാണിക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ ഹയർ അതോറിറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്, ഒരു ലോഗൗട്ട് ബട്ടൺ ഉണ്ട്. ദെൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 21 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വാർഡ് പോളിംഗ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോൾ പാർട്ടി ഡിപ്പാർട്ടഡ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. യെസ് ഓർ നോ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഓൾ ഇൻ പൊസിഷൻ, അതായത് എലക്ഷൻ മെറ്റീരിയൽസ്, സ്റ്റാഫ്സ് എല്ലാം കറക്റ്റ് പൊസിഷനിലാണോ എന്നാണ് ഈ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. അതും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ നോയാ കൊടുക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ള ഒരു റീസൺ കൊടുക്കാനുണ്ട്. റീസൺ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഈ 2 ക്വസ്റ്റ്യൻസും പ്രീ പോൾ ഡേയിൽ ചെയ്യേണ്ടതാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനോടാണ് പോൾ ഡേ ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് മോക്ക് പോൾ കണ്ടക്റ്റഡ്. മോക്ക് പോള് ഏജൻസിന് മുമ്പിൽ വെച്ച് കണ്ടക്ട് ചെയ്തോ എന്നാണ് ആൻസർ കൊടുക്കുക. Then fourth question is whether data entered during mock poll has been cleared before the actual poll. ആക്ച്വൽ പോൾ നടക്കുന്നതിന് മുമ്പ് നമ്മൾ മോക്ക് പോൾ നടത്തില്ല, അതിലെ ഡേറ്റാസ് ക്ലിയർ ചെയ്തോ അല്ലെങ്കിൽ റിസെറ്റ് ചെയ്തോ എന്നാണ് അതിനുള്ള ആൻസർ കൊടുക്കുക. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് പോൾ സ്റ്റാർട്ടഡ്. ആക്ച്വൽ പോൾ സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളതാണ്, അത് ആൻസർ കൊടുക്കുക. Then sixth question is update polling status up to 18. 7 AM to 8 AM എത്ര വോട്ടേഴ്സ് വോട്ട് നടന്നു, അതാണ് മെയിൽ കൗണ്ട് എത്ര, ഫീമെയിൽ കൗണ്ട് എൻ്റർ ചെയ്യുക. ദെൻ ട്രാൻസ്ജെൻഡേഴ്സ് കൗണ്ട് കൊടുക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 9 AM. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് കൗണ്ട് കൊടുത്തതിനെക്കാട്ടിൽ ഒന്നെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ താണേ നമ്മൾ അടുത്തതിനകത്ത് കൊടുക്കാവൂ. ഇപ്പം 8 AM 30 ആണ് കൊടുത്തത്. 9 AM 25ഉം 25 മെയിലെന്ന് കൊടുത്താൽ അവിടെ നമുക്കൊരു എറർ വരും. മെയിൽ കൗണ്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ പ്രീവിയസ് കൗണ്ട് എന്ന്. സോ നമ്മൾ പ്രീവിയസ് കൊടുത്തതിനെക്കാട്ടിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ താണേ അടുത്തതിൽ കൊടുക്കാവൂ. സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 10 AM. എൻ്റർ ചെയ്യുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 11 AM. 0 കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 12 PM. ഇവിടെ ഒരു എറർ വന്നു. ടോട്ടൽ കൗണ്ട് എക്സീഡ് ദാൻ ട്രാൻസ്ജെൻഡേഴ്സ്. അതായത് ഈ പോളിംഗ് സ്റ്റേഷനിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല, പക്ഷെ നമ്മൾ ട്രാൻസ്ജെൻഡറിന്റെ വാല്യൂ 1 ആയിട്ട് കൊടുത്തോണ്ടാണ് ആ ഒരു എറർ വന്നത്. സോ കറക്റ്റ് വാല്യൂ എൻ്റർ ചെയ്യുക. അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 1 PM. ഓരോ അവറിലും നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 2 PM. ട്രാൻസ്ജെൻഡർ. Update polling status up to 3 PM. Update polling status up to 4 PM. Update polling status up to 5 PM. Update polling status up to 6 PM. And submit to. Update status of voters in queue at 6 PM എന്നാണ് 70th ക്വസ്റ്റ്യൻ. ക്യൂവിൽ എത്ര പേരുണ്ടെന്നുള്ള കൗണ്ട് കൊടുക്കാനാണ്. കൗണ്ട് കൊടുക്കുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ദെൻ അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് ഓൺ ക്ലോസ്. ക്ലോസ് ചെയ്യുന്ന ടൈമിൽ എത്ര കൗണ്ട് ഉണ്ടെന്നാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ദെൻ 19th ക്വസ്റ്റ്യൻ, പോൾ ക്ലോസ്ഡ്. പോൾ കഴിഞ്ഞോ ഉള്ളതെന്നാണ്. എസ്, പോൾ കഴിഞ്ഞെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് എറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ, പോൾ ക്ലോസ്ഡ് ടൈം. പോൾ ക്ലോസ്ഡ് ടൈം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോൾ പാർട്ടി റീച്ച്ഡ് കളക്ഷൻ സെന്റർ. പോൾ പാർട്ടി കളക്ഷൻ സെന്ററിൽ എത്തിയോ എന്നുള്ളതാണ്. അത് കൊടുക്കുക. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ആൻസർ ചെയ്തത്. 21 ഔട്ട് ഓഫ് 21 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു SO സെക്ടറൽ ഓഫീസറിന്റെ ലോഗിൻ ആണ്. സെക്ടറൽ ഓഫീസറിനും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. ഒരു OTP മൊബൈൽ നമ്പറിനകത്തോട്ട് പോകും. ആ OTP എൻ്റർ ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആ സെക്ടറൽ ഓഫീസറിന്റെ നെയിം കാണും. ഇവിടെ ലാംഗ്വേജ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏത് ലോക്കൽ ബോഡിയാണെന്നുണ്ട്. ആ സെക്ടറൽ ഓഫീസിന്റെ കീഴിലുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡ് വ്യൂ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഉണ്ട്, റിഫ്രഷ് ബട്ടൺ ഉണ്ട്, ഒരു ലോഗൗട്ട് ബട്ടൺ ഉണ്ട്. ഇനി ഈ ഫസ്റ്റ് വാർഡ് 17 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഈ എത്ര പോളിംഗ് സ്റ്റേഷൻ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തെന്ന് സെക്ടറൽ ഓഫീസറിന് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ സെക്ടറൽ ഓഫീസറിന്റെ ലോഗിനിൽ നിന്നും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ റെക്കോർഡ് ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു.